ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. ഇന്ന് നമ്മൾ പുതിയൊരു മിഷനായിട്ടാണ് GTA 5 വന്നിരിക്കുന്നത് ഗൈസ്. അതായത് നമ്മൾ കഴിഞ്ഞ വട്ടം കുറേ വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ മാസ്ക് വാങ്ങുന്നത്, നമ്മൾ ട്രക്ക് മോട്ടിക്കുന്നത്, 2 തവണ നമ്മൾ ട്രക്ക് മോട്ടിച്ചിട്ടുണ്ട് ഓരോരോ ട്രക്കായിട്ട്. അപ്പോൾ നമ്മൾ അതിനെല്ലാം ഒരു ബലമായിട്ടുള്ളൊരു മിഷനാണിത്. കാരണം നമ്മൾ ആ ട്രക്ക് മോട്ടിച്ച് എന്തിനാണെന്നും ആ മാസ്ക് വാങ്ങിച്ച് എന്തിനാണെന്നും എല്ലാം ഉള്ള മിഷനാണിത് ഗൈസ്. ഇതിലാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ വാങ്ങിച്ചതിനുള്ള ഉപകാരം ഇതിലാണുള്ളത്. നമുക്ക് എന്തായാലും ഇതെന്താ മിഷനെന്ന് നോക്കാം ഗൈസ്. അതിന് മുന്നേ ഇതുവരെയായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക ഗൈസ്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ നമുക്ക് വീഡിയോസ് വീണ്ടും വീഡിയോ ഇടാനുള്ളൊരു എന്താ പറയുക ഒരു ത്വര വരത്തുള്ളൂ ഗൈസ്. അപ്പോൾ നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. പിന്നെ നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ എനിക്ക് എപ്പോഴും നോട്ടിഫിക്കേഷൻ വരത്തുള്ളൂ. എന്നാലും നിങ്ങൾക്ക് ഒറ്റ ക്ലിക്കിന് നമ്മുടെ ചാനലിലോട്ട് കയറി വരാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഗൈസ്, നമുക്ക് നേരെ നമ്മുടെ മിഷൻ എന്താണെന്ന് നോക്കാം. നമ്മൾ ഈ മിഷൻ എന്ന് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 3 പേർക്ക് വേണ്ടിയല്ല, അതായത് ഇവനും ഫ്രാങ്കിളിനും മൈക്കിളിനും വേണ്ടിയിട്ടല്ല നമ്മൾ ഈ ഒരു മിഷൻ ചെയ്യുന്നത്, വേറെ ഒരാൾക്ക് വേണ്ടിയിട്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു മിഷൻ ചെയ്യുന്നത്. അതെന്താ മിഷൻ എന്ന്, എന്താ സംഭവം എന്ന് എല്ലാം നമുക്ക് കാണിക്കാം ഗൈസ്. എന്തായാലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ക്യാമറ നേരെ മൈക്കിളിന് അങ്ങോട്ട് പോകാം. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഗൈസ്, നമ്മൾ മൈക്കിളിന് അങ്ങോട്ട് നമ്മുടെ ക്യാമറ സ്വിച്ച് ചെയ്തിട്ടുണ്ട്. നമ്മുടെ വണ്ടി സൈഡൊക്കെ ഇടിച്ചു പൊട്ടിച്ച് ഇരിക്കുകയാണ് തോന്നുന്നു. നമുക്ക് എന്തായാലും ഇങ്ങോട്ട് മാറ്റിയിടാം. അതായത് ഇവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ലൊക്കേഷനിൽ ആൾക്കാർ കൂടുതൽ ശ്രദ്ധിക്കാത്ത സ്ഥലത്ത് വേണം നമ്മൾ ഈ കാറ് പാർക്ക് ചെയ്യാനായിട്ട്. എന്നിട്ട് നമുക്ക് ആൾക്കാരെ വിളിക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ചുമ്മാ ഒന്നുമല്ല, കുറച്ച് പരിപാടിയുണ്ട്. നമുക്ക് ഇവിടെ വിളിച്ചിട്ട് വേണം, നമുക്ക് ഈ ഒരു ലൊക്കേഷൻ കിട്ടും. നമുക്ക് അതിന് മുന്നേ ഫ്രാങ്കിളിനെ മറ്റവനെയും കൂടെ വിളിക്കണം. നമുക്ക് എന്തായാലും കോൾ ചെയ്യാം. നമ്മൾ ഇപ്പോൾ ഇവിടെ നിന്ന് ആൾക്കാരും ശ്രദ്ധിക്കത്തൊന്നുമില്ല ഈ ഒരു ഏരിയയിലൊക്കെ. നമ്മൾ കോൺഫറൻസ് കോളാണ് ചെയ്യുന്നത്. ഇതൊക്കെ ഉണ്ട് കേട്ടോ, ഇച്ചിരി ട്രെൻഡിയാണ് ഗൈസ്. ഈ ഒരു വണ്ടിയൊക്കെ ഏതാ? ഇന്നത്തെ ചില വണ്ടികളൊക്കെ കണ്ടു കഴിഞ്ഞാൽ കറക്റ്റ് റോയ്സിൻ്റെ കൂട്ട് അങ്ങനെ ചില കറക്റ്റ് മോഡലിൻ്റെ കൂട്ട് വണ്ടികളുണ്ട്. പക്ഷെ ഒന്നിനും പേരൊക്കെ വേറെയൊക്കെയാണ് ഗൈസ്. നമ്മുടെ മിഷൻ നമ്മുടെ മാപ്പിൽ ആഡായിട്ടുണ്ട്. അത് എവിടെയാണെന്ന് ഇനി കണ്ടുപിടിക്കണം. എവിടെയാടാ കിടക്കുന്നത്? കാണുന്നില്ലല്ലോ ഗൈസ്. മിഷൻ എവിടെയോ കിടപ്പുണ്ട്, നമ്മുടെ മാപ്പിലെവിടെ കിടപ്പുണ്ട്. അതേൻ്റെ കിട്ടി. ഈ സൈഡിൽ കിടപ്പുണ്ടായിരുന്നു, എന്നിട്ട് നമ്മൾ കണ്ടില്ല. ഓക്കെ നമ്മൾ മിഷൻ പാസ്സായിട്ടുണ്ട്. അതായത് നമ്മൾ ഈ ഒരു സ്ട്രീറ്റിൽ നിന്ന് മാറ്റി, അതായത് ഏകദേശം ആളും തരുന്ന ശ്രദ്ധിക്കാത്ത ഒരിടത്ത് വെച്ചല്ലേ നമ്മൾ ഈ ഒരു സംഭവം ചെയ്തത് ഗൈസ്. അപ്പം അതുകൊണ്ട് അത് ചെറിയൊരു മിഷനാണ് ആ ഒരു സംഭവം. അതായത് നമ്മൾ അങ്ങനെ ചെയ്തുകൊണ്ട് ആ ഒരു മിഷൻ നമ്മൾ പാസ്സായിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഇവന് വേണ്ടിയാണ്, സ്റ്റീവെന്നോ എന്തോ ആണെന്ന് തോന്നി ഇവൻ്റെ പേര്, എന്തോ ആയിക്കോട്ടെ, ഇവന് വേണ്ടിയാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു മിഷൻ ചെയ്യുന്നത്. നമുക്കപ്പോൾ ഗൈസ് എന്ത് സംഭവം നോക്കാം. നമുക്ക് അതിന് മുന്നേ ഈ ഒരു കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓരോന്ന് ഇവർ പറയുന്നുണ്ട്. അതെന്തോ ആയിക്കോട്ടെ, നമുക്കിതെല്ലാം കഴിഞ്ഞിട്ട് നമുക്കൊരു ലൊക്കേഷൻ ഉണ്ട്, ആ ഒരു ലൊക്കേഷനിലേക്ക് പോകണം. നമ്മൾ ലൊക്കേഷനൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് അതിന് മുന്നേ ഒരു വണ്ടി വേണം ഗൈസ്. നമുക്ക് നടന്നൊന്നും പോകാൻ പറ്റില്ല, ഒരു വണ്ടി വേണം. നമുക്ക് ബൈക്ക് തന്നെ എടുക്കാം. ബൈക്കാകുമ്പോൾ നമുക്ക് ഇതുവഴി വേണമെങ്കിലും കൊണ്ടുപോകാമല്ലോ. കാറാകുമ്പോൾ അല്ലേ ഗൈസ് നമുക്ക് ഇച്ചിരി ടഫായിട്ടുള്ള കാര്യങ്ങൾ, അതായത് ചില ഇടത്തൊക്കെ നമുക്ക് കാർ കൊണ്ട് പോകാനൊന്നും പറ്റില്ല. അതേസമയം ബൈക്കാകുമ്പോൾ നമുക്ക് വേഗം പടപടേന്ന് എടുത്തുകൊണ്ടൊക്കെ പോകാനൊക്കെ പറ്റും. എന്തുകൊണ്ടും നമുക്ക് നല്ലത് ബൈക്ക് തന്നെയാണ്. പിന്നെ വേറൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈക്കിന് ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. അതായത് നമ്മൾ ഇപ്പോൾ പൊക്കോണ്ടിരിക്കുന്ന സമയത്ത് എല്ലാം തിരിക്കുമ്പോഴോ എല്ലാം വണ്ടിയൊക്കെ ഇടിക്കുകയാണെങ്കിൽ നമ്മൾ വേഗം സ്പോട്ടിൽ തീരാനും, ചിലപ്പം സ്പോട്ടിൽ തീരത്തില്ല, പക്ഷേ എന്നാൽ ലൈഫൊക്കെ നല്ല രീതിയിൽ കുറയാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. പിന്നെ ചീറ്റ് കോഡൊക്കെ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല, നമുക്ക് വേഗം തന്നെ ലൈഫ് കൂട്ടാം. അതുകൊണ്ട് ബൈക്ക് എടുക്കുന്നതാണ് ഉചിതം ഗൈസ്. കണ്ടോ, ഇങ്ങനത്തെ ഒരു ഏരിയയിലൊക്കെ കണ്ടോ, കാറാണെങ്കിലും നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല. ആ ഒരു ട്രക്കിൻ്റെ ആ ഒരു പോസ്റ്റിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ സ്മൂത്തായിട്ട് കൊണ്ടുപോകില്ലേ, കണ്ടോ ആ സ്കില്ല് കണ്ടോ ഗൈസ്. ബാക്കൊക്കെ പൊക്കി നമ്മൾ സെറ്റ് ചെയ്താണ് പോകുന്നത്. നല്ല സ്കിൽഫുൾ ഡ്രൈവാണ് ഗൈസ് നമ്മൾ ചെയ്യുന്നത്. എന്തോ ആയിക്കോട്ടെ. ഇവിടെ ഇതെങ്ങോട്ട് പോയതാ ഗൈസ്? ഇവിടെ വണ്ടി വെക്കാം. ഇനി കുറച്ച് ദൂരമേ ഉള്ളൂ. എന്ത് സംഭവം എന്താണെന്ന് നോക്കാം. അല്ല, നമുക്ക് ഇവിടെ നിന്ന് കാർ എടുക്കാം അല്ലേ? കാർ എടുത്തിട്ട് റിച്ചായിട്ട് പോവാം ഗൈസ്. ഇനി ഇവിടെ നിന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഈ ഒരു ഏരിയ വന്നിട്ട് കാർ എടുത്തു. നമുക്ക് ഇച്ചിരി റിച്ചായിട്ട് പോവാം. ഈ ട്രെയിൻ ക്രോസ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ക്രോസ് ചെയ്യും ഗൈസ്, ഉറപ്പായിട്ടും ക്രോസ് ചെയ്യും. പിന്നല്ല, ഒരു സൈഡൊന്നും ഇടിച്ചെന്നേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഗൈസ്, എനിക്ക് കാർ ഓടിക്കുമ്പോഴുള്ള മെയിൻ പ്രശ്നം ഇതാ,
ചില സമയത്തൊക്കെ കൺട്രോളൊന്നും കിട്ടത്തില്ല. പക്ഷേ ഈ ഒരു ഗെയിമിനകത്ത് ഭയങ്കര എന്താ പറയുക, ഒരു ടൈപ്പ് നമ്മൾ നൈസായിട്ട് തിരിച്ചാലും വണ്ടി ഭയങ്കരമായിട്ട് തിരിഞ്ഞു വരും. കണ്ടോ, ഇങ്ങനെയാണ് വണ്ടി ചുമ്മാ കിടന്ന് ഡ്രിഫ്റ്റ് അടിക്കുകയും ഓക്കെ. അനാവശ്യമായിട്ട് പവറാണ് ഈ വണ്ടിക്കൊക്കെ. ജസ്റ്റ് കൈ കൊടുക്കുമ്പോൾ തന്നെ എനിക്കൊന്ന് വണ്ടി 100 കണ്ടോ തോന്നുന്നു, അത്രയും പവറുണ്ട്. ഓഫ്, വന്ന് കയറി ഗൈസ്, അത്രയും ഇതായിട്ട് വന്നിട്ട് വേഗം ഇടിച്ചും കയറി ഗൈസ്. ഓക്കെ, നമ്മൾ വീണ്ടും വണ്ടി ഫുള്ള് റിപ്പയർ ചെയ്തിട്ടുണ്ട്. ചെയ്തിട്ടും കാര്യമൊന്നുമില്ല ഗൈസ്, നമ്മുടെ ആ വണ്ടി ഇരിക്കുന്നത്. അപ്പോൾ വണ്ടി ഇങ്ങനെ നശിച്ചുകൊണ്ടേയിരിക്കും, അതൊന്നും ഒരു കാര്യമില്ല. ഇതേ നമ്മൾ ചുമ്മാ പോകുന്നതിനൊക്കെ ഇടിക്കുന്നു ഗൈസ്. എന്താ എനിക്ക് പറ്റിയ? നമുക്ക് ഇതുവഴിയൊക്കെ അങ്ങോട്ട് പോവാം. ലോറി ഗൈസ്, ലോറി ഉണ്ട്. നമ്മൾ നമ്മുടെ ഏരിയ വന്നിട്ടുണ്ട്. അതായത് നമ്മൾ ലോറിയും കാര്യങ്ങളൊക്കെ മോട്ടിച്ചുകൊണ്ട് കൊണ്ടിട്ട ഒരു ഏരിയ ഇല്ലേ, അതാണ് ഇത് ഗൈസ്. ഇവിടെയാണ് നമുക്ക് അടുത്ത പണിയുള്ളത്. ഇവിടെ ഇനി എന്താണ് പണിയെന്ന് നോക്കാം ഗൈസ്. ഓക്കെ, നമുക്ക് ഇനി ഇവിടെ ഇവിടെ എന്തോ വണ്ടി എടുക്കണമോ? ഓക്കെ, നമ്മുടെ മിഷൻ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം മച്ചാന്മാരെ നമുക്ക് നോക്കാം എന്ത് സംഭവം നോക്കാം. കുറേ പെട്ടിയും തേങ്ങയൊക്കെ എടുത്ത് കൈ വെച്ചിട്ടുണ്ട്. എന്തോ അത് നമുക്ക് വേണ്ടേ അതൊന്നും. ഓക്കെ, അവിടെ വെച്ചിട്ട് പോകാൻ തോന്നുന്നത്. നമ്മുടെ ഫ്രാങ്ക്ലിൻ വന്നിട്ടുണ്ട്. പിന്നെ മറ്റേ മച്ചാൻ തോണ്ട് അതുവഴി കാറും കൊണ്ട് അങ്ങോട്ട് പോയിട്ടുണ്ട്. ഓക്കെ, എന്തോ ആയിക്കോട്ടെ. അതെ, വന്നു കലിപ്പം വന്നു. എനിക്കൊന്ന് ഇവനെ ഭയങ്കര ഭ്രാന്താണ്. ചുമ്മാ ഇരിക്കുമ്പോൾ ഒക്കെ ദേഷ്യപ്പെടുകയൊക്കെ എന്ന് തോന്നുന്നു ഇവൻ. ഓക്കെ, നമ്മുടെ മൈക്കിള് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുവാണെന്ന് തോന്നുന്നു. എന്ത് സംഭവം എന്നൊന്നും അറിഞ്ഞൂടാ. നമുക്ക് മെഷീൻ സ്റ്റാർട്ട് ചെയ്യുമ്പോഴേ കൃത്യമായിട്ട് സംഭവം എന്താണെന്നൊക്കെ കറക്റ്റ് പറയാൻ പറ്റുമോ? ഇപ്പം നമുക്കൊന്നും പറയാൻ പറ്റില്ല ഗൈസ്. ഇപ്പം നമുക്ക് ഇതെന്താ നടക്കുന്നതെന്ന് ഇങ്ങനെ കാണാം. ഇവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കാണെങ്കിൽ ഇംഗ്ലീഷും അറിയത്തില്ല, അതാണ് മെയിൻ പ്രശ്നം. അത് വേറൊരു കാര്യം. പിന്നെ ചില കാര്യങ്ങളൊക്കെ മനസ്സിലാവും, ചില കാര്യങ്ങളൊന്നും മനസ്സിലാകത്തില്ല. നല്ലപോലെ ശ്രദ്ധിക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് ഗൈസ് നമുക്ക് മനസ്സിലാവും. എനിക്ക് വന്ന് ശ്രദ്ധിക്കാനൊന്നും വയ്യ ഗൈസ്, അതിനൊന്നും സമയമില്ല. ഈ മെഷീൻ എന്താടാ സ്റ്റാർട്ട് ചെയ്യാത്ത ഗൈസ്? ഇവർ കാര്യങ്ങളൊക്കെ പറയുന്നേ ഉള്ളൂ, മെഷീനൊന്നും സ്റ്റാർട്ട് ചെയ്യുന്നില്ല. നമ്മൾ ഉദ്ദേശിച്ച പോലല്ല ഗൈസ്, മെഷീനൊന്നും സ്റ്റാർട്ട് ചെയ്യുന്നേ ഇല്ല ഇപ്പോഴേ. ഓക്കെ, അവർ എന്തോ ഡിസിഷനൊക്കെ എടുത്തിട്ടുണ്ട്. എന്തൊക്കെയോ സംഭവമൊക്കെ ഉണ്ട് ഇതിൽ. എന്ത് പൈസയാണോ എന്ന് ചോദിച്ചാൽ പൈസ ആയിരിക്കും ഗൈസ്, പൈസ ആയിരിക്കും. പൈസയാണെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോഴേ പൈസയാണോ ഡ്രസ്സായിരുന്നോ? ഡ്രസ്സാണ് തോന്നുന്നത്. നമ്മൾ വാങ്ങിച്ച മാസ്കാണ് ഗൈസ് ഇത്. ഈ 3 മാസ്ക് നമ്മൾ വാങ്ങിച്ച. ഓക്കെ, ഇവന്മാർ ഭയങ്കര ചിരിയൊക്കെയാണ്. ഓക്കെ, നമ്മൾ വണ്ടി എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. വണ്ടി എടുത്തിട്ടുണ്ട് അവർ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റവൻ അവൻ്റെ ജീപ്പിൽ പോയി, ഫ്രാങ്കിളിനാന്ന് തോന്നുന്നു മറ്റേ ട്രക്ക് എടുത്തേ. ഓക്കെ, നമുക്ക് ഈ ട്രക്ക് വേണം. ട്രക്ക് അങ്ങോട്ട് എടുക്കാം. പക്ഷേ ഈ ട്രക്ക് കാണാൻ രസമുണ്ട് കേട്ടോ, നല്ല ട്രക്ക്. ഇന്നത്തെ ചില ട്രക്കൊക്കെ കാണാൻ നല്ല രസമാണ് ഗൈസ്. ഓക്കെ, നമ്മൾ ഈ ട്രക്ക് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇന്നത്തെ ഒരു പോയിൻ്റ് ഉണ്ട് ഗൈസ്. അത് ഇവിടുന്ന് വളരെ അടുത്താണ് കേട്ടോ, ഒത്തിരി ദൂരമൊന്നുമില്ല. കുറച്ച് പോയാൽ മതി. കുറച്ച് പോകുമ്പം നമുക്കറിയാൻ പറ്റും എന്ത് സംഭവമെന്ന്. അപ്പോൾ നമുക്ക് ആദ്യം കുറച്ച് പോയി നോക്കാം ഗൈസ്. ട്രക്കിനകത്തെ വ്യൂ ആണ്, ടാസ്ക്കുള്ള വ്യൂ ആണ് കേട്ടോ ഗൈസ്. നോക്കിക്കേ, ട്രക്ക് തിരിഞ്ഞു വരാനൊക്കെ ഇച്ചിരി സമയമൊക്കെ എടുക്കുന്നുണ്ട്, കുഴപ്പമില്ല. പക്ഷെ എന്നാലും രസമുണ്ട് കേട്ടോ. ഓക്കെ, നമ്മൾ പോയിന്റിലോട്ട് കൊണ്ട് നിർത്തിയിട്ടുണ്ട്. ഇല്ല പോയിൻ്റ് ആയില്ല കുറച്ചുകൂടെ കറക്റ്റ്. ഓക്കെ, ഇതാണ് പ്രശ്നം. ആ പോയിന്റ് നമ്മൾ വണ്ടി നിർത്തിയതാണ്, എന്നാലും കുറച്ചുകൂടെ അവരുദ്ദേശിക്കുന്ന അവിടെ തന്നെ വണ്ടി നിർത്തണം. ഓക്കെ, നമ്മൾ നോക്കുന്നുണ്ട്, മണ്ടയ്ക്ക് നിന്ന് നോക്കുകയാണ്. ഓക്കെ ഗൈസ്, ഇതാണ് ഈ ഒരു ട്രക്കിനെതിരെയാണ് നമുക്ക് വെക്കേണ്ടത് ഗൈസ്. എനിക്കൊന്ന് എന്തോ സെക്യൂരിറ്റി ട്രക്കാണെന്ന് തോന്നുന്നത്. അതിലെന്തോ ഒരു പണിയുണ്ട് ഗൈസ്, നമ്മൾ ഉദ്ദേശിച്ച പോലെയല്ല, വലിയൊരു പണിയാണ് ഗൈസ്. ആ ഒരു സെക്യൂരിറ്റി ട്രക്കൊക്കെ നമ്മൾ ബ്ലോക്ക് ചെയ്തിട്ട് ഇതിലെന്തോ പരിപാടിയുണ്ട്. ഇതിൽ അത്യാവശ്യം ഇന്നിവിടെ യുദ്ധമായിരിക്കും, ഉറപ്പായിട്ട് ഇന്നിവിടെ യുദ്ധം നടക്കും ഗൈസ്. കാരണം ആ സെക്യൂരിറ്റി ട്രക്കൊക്കെ നമ്മൾ ഇത് പിടിക്കണം. ഇങ്ങനെ ബ്ലോക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും എന്തൊക്കെയോ ദുരുദ്ദേശങ്ങളുണ്ട്. ഓക്കെ, നമ്മൾ ട്രക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, ഉണ്ട് സെക്യൂരിറ്റിയാണ് ഗൈസ്, അവർ സെക്യൂരിറ്റി. അവർക്ക് ബുള്ളറ്റ് പ്രൂഫും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളതേ ഫ്രാങ്ക്ലിൻ പോകുന്നു. ഓക്കെ, അവർ പറഞ്ഞാൽ ഇടിച്ച് കളഞ്ഞേക്കാനാണ്. ഓക്കെ, വൈ നോട്ട്, ഇപ്പോൾ ഇടിച്ച് കളഞ്ഞേക്കാം. ഇടിച്ച് കളഞ്ഞിട്ടുണ്ട് ഗൈസ്. ഭിത്തിയൊക്കെ ഇടിച്ച് തെറിപ്പിച്ച് നോക്കിയേ, ഭിത്തിയൊക്കെ പോകുന്ന നോക്കിയേ. ആ മതിലൊക്കെ പോയത് കണ്ടോ, കട്ടയൊക്കെ തെറിച്ചാണ് പോയത് ഗൈസ്. നമ്മൾ വീണ്ടും ഇടിക്കുന്നുണ്ടോ, വണ്ടി അനങ്ങുന്നില്ല. എന്തായാലും വണ്ടിയിൽ നിന്ന് ഇറങ്ങാം.
ഓക്കെ, നമ്മുടെ ഇരിക്കുന്നതാണെങ്കിൽ മറ്റേ ടൈം ബോംബാണ്. അതവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ ഇതിൻ്റെ ഡോറിൻ്റെ അവിടെ വെക്കാനാണ് പറയുന്നത്. നമുക്ക് വെക്കാം. ഓക്കെ, അവിടെ സെറ്റ് ചെയ്തിട്ടൊരെണ്ണം, അവിടെ ഒരെണ്ണം സെറ്റ് ചെയ്തു, അവിടെയും സെറ്റ് ചെയ്തു ഗൈസ്. ഓക്കെ, നമ്മളവിടെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് എങ്ങോട്ടേലും മാറിപ്പോയിരിക്കാം. ഇനിയും ലോറി പൊട്ടിത്തെറിച്ച് നമ്മൾ ചാവണ്ട. ഓക്കെ, നമ്മൾ അത്യാവശ്യം ദൂരെ വന്നിട്ടുണ്ട്. ഓക്കെ, നമ്മൾ കണ്ട് ഇവിടെ നിൽക്കുന്നു ഇപ്പോൾ. ഗൈസ്, ഇവന്മാരെ കൊല്ലണ്ട അല്ലേ? ഇങ്ങനെ പേടിപ്പിച്ച് നിർത്തിയേക്കാം. ഗൈസ്, അവന്മാർ പേടിച്ചിട്ടുണ്ട് കേട്ടോ, പേടിച്ച്. ഗൈസ്, അതിൽ നിന്ന് എന്തോ ഇവൻ എടുത്ത്, ഇതിൽ നിന്ന് എന്തോ പൈസ ഇല്ലല്ലോ ഇതിനകത്ത്, പിന്നെ ഇതിൽ നിന്ന് എന്തോ എടുക്കുന്നു ഇവന്മാർ. ഗൈസ്, ഒരുത്തൻ ഓടിയിട്ടുണ്ട്, അവൻ പോട്ടല്ലേ, അവനൊന്നും ചെയ്യണ്ട. അവരൊന്നും ഷൂട്ട് ചെയ്തിട്ടൊന്നുമില്ല. ഓ ഗൈസ്, അവനെ എന്തെങ്കിലും ചെയ്യണമായിരുന്നു കേട്ടോ. ഇത് പോലീസ് വന്നിട്ടുണ്ട്, പോലീസ് വന്നു ഗൈസ്, പോലീസ് വന്നു. ഇഷ്ടം പോലെ പോലീസ് വരുന്നുണ്ട്. 4 സ്റ്റാർ ആയിട്ടുണ്ട് ഗൈസ്, 4 സ്റ്റാർ ആയിട്ടുണ്ട്. ഗോ ടേക്ക് ഔട്ട് ദ ക്രോപ്സ് ഗൈസ്. നമുക്ക് എന്തായാലും ഇവിടെ ഒന്ന് രക്ഷപ്പെടാൻ നോക്കാം ഗൈസ്. ഓക്കെ ഗൈസ്, നമ്മൾ സ്റ്റെപ്പൊക്കെ കയറി ഓടി എന്ന് പോകാനാ, ഇന്നത്തേക്കൊന്ന് ഓടുവോ ഗൈസ്? ഓക്കെ, നമുക്ക് ചേഞ്ച് ചെയ്ത് നോക്കാം ക്യാരക്ടർ. ഓക്കെ, നമ്മുടെ മച്ചാൻ ഇവിടെ മണ്ടയ്ക്ക് മിസൈലൊക്കെ ആയിട്ട് ഇരിപ്പുണ്ട്. കൊടുത്തൊരു ഷോട്ട് ഒരുമാതിരിപ്പെട്ട എല്ലാം പൊട്ടിത്തെറിച്ചിട്ടുണ്ട്. ഓ ഓക്കെ, അവിടെ 4 വണ്ടി ഉണ്ടായിരുന്നു. 4 വണ്ടി നമ്മൾ സെറ്റ് ചെയ്തിട്ടിട്ടുണ്ട്. അതേ നമ്മുടെ മൈക്കിളാണെന്ന് തോന്നുന്നു. മൈക്കിള്, അത് നമ്മുടെ ആളായിരുന്നു, സോറി, അത് ഫ്രാങ്കിളായിരുന്നു. ഞാൻ വിചാരിച്ചത് മൈക്കിൾ വേറെ ആരാണ്ടാകുന്നു ഗൈസ്. എന്തായാലും അവന്മാർക്ക് കുറേ ഷോട്ട് കൊടുത്തിട്ടുണ്ട്, കുറേ എണ്ണത്തിന് ഇട്ടിട്ടുണ്ട് അവിടെ. ഓക്കെ, നമ്മുടെ പുറയിൽ നിന്നൊക്കെ ആൾ വരുന്നുണ്ട് ഗൈസ്. പ്രശ്നമായി, സീനായി, നല്ലൊരു സീനായിട്ടുണ്ട്. കാരണം കുറേ ആൾക്കാർ വരുന്നുണ്ട് ഗൈസ്, കുറേ ആൾക്കാർ വരുന്നുണ്ട്. ഇതേ നോക്ക്, കുറേ പേര് വരുന്നുണ്ട് ഗൈസ്. ഇത് ആ സാധനമൊക്കെ പൊട്ടിത്തെറിച്ചിട്ടുണ്ട്. എന്ത് ചെയ്യാനാന്ന് പറ. ഓഫ്, ഇവിടെ എല്ലാം ആളാണ് ഗൈസ്, ഇവിടെ എല്ലാം ആളാണ്. നമുക്ക് വള്ളിയായിട്ടുണ്ട്. ഇവിടെ എല്ലാം ആരും വന്നിട്ടുണ്ട്, കുറേ പേര് വരുന്നുണ്ട് ഗൈസ്. ഇത് ചെയ്യുന്ന വലിയൊരു ഗണ്ണാണ് കേട്ടോ. 232 ബുള്ളറ്റ്, 232 ബുള്ളറ്റാണോ? എനിക്കറിഞ്ഞൂടാ, അത്ര എന്തോ ബുള്ളറ്റ് ഉണ്ടെന്ന് തോന്നുന്നു ഗൈസ്. എത്രയോ ബുള്ളറ്റ് ഉണ്ട്. ഇത്ര ബുള്ളറ്റ് കഴിഞ്ഞാൽ ഇത് റീലോഡൊക്കെ ആകത്തോളം തോന്നുന്നു. അപ്പം നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒന്ന് ഇവിടെ എല്ലാം ഇവന്മാരെല്ലാം ഇരിക്കുന്നു. അവൻ്റെ കൈയുടെ മറ്റേ ആ ഷോൾഡറിൻ്റെ ആ സൈഡിൽ തന്നെ ഞാൻ വെടി വെച്ചിട്ടുണ്ട്. എന്നിട്ടും അവൻ്റെ കയ്യിൽ നിന്ന് ചോര പോയി. എന്നിട്ട് അവനെ വീണ്ടും കുറച്ചുകൂടെ കവർ കയറി നിന്നിട്ടുണ്ട്. അവനെ നമുക്കിപ്പോൾ കൊല്ലാം. ഇതേ നോക്ക്, കണ്ടോ അവൻ്റെ സോക്കേട് കണ്ടോ? അവന് അത്ര ഷോട്ട് കൊടുത്തിട്ട് അവൻ്റെ സോക്കേട് കണ്ടോ ഗൈസ്? ഓഫ്, അവൻ ചത്തില്ല ഗൈസ്. ഓക്കെ, നമ്മളിതേ മണ്ടയ്ക്ക് സ്നൈപ്പറുമായിട്ട് നിൽപ്പുണ്ട്. ഓക്കെ, അവനൊരെണ്ണം കൊടുത്തിട്ടുണ്ട് ഗൈസ്. ദേ അവിടെ കുറേ ആൾ നിൽപ്പുണ്ട്. അവന് കിട്ടിയില്ല. ഓക്കെ, അവന് കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഇതേ മറ്റവനും കൊടുത്തിട്ടുണ്ട് അവൻ്റെ അടുത്ത് നിന്ന് ഗൈസ്. ഇനി ഇവിടെ ആരെങ്കിലും ഉണ്ടോ ഗൈസ്? ഇവിടെ ആരെങ്കിലും ഉണ്ടോ ഇനി? തോണ്ട്. ഓക്കെ, അവനും കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ മച്ചാന്മാർ മാത്രമേ ഇപ്പോൾ ഇവിടെ നിൽപ്പുള്ളൂ. പക്ഷേ ഇഷ്ടംപോലെ വണ്ടിയുടെ ഇതൊക്കെ പോലീസിൻ്റെ ചിഹ്നമൊക്കെ കാണിക്കുന്നുണ്ട് മാപ്പിൽ. വണ്ടിയുടെ ആണോന്ന്? വണ്ടിയുടെ അല്ല കേട്ടോ, വരുന്നുണ്ട്. എടാ, എന്താ കൊള്ളാത്ത കേസ്? അത് കൊള്ളുന്നില്ല എടാ, അത് കൊണ്ടില്ല. ഓക്കെ, അവനും എടുത്തു കേസ്. മറ്റവന് കൊണ്ടേ ഇല്ല, അത്ര വെടി വെച്ചിട്ട്. എടാ, എന്താടാ ഇങ്ങനെയൊക്കെ ഗൈസ്? എന്തോ പറ്റിയിട്ടുണ്ട്, ലൂപ്പിലായി. ഇത് കൊള്ളുന്നേ ഇല്ല ഞാൻ ഉദ്ദേശിക്കുന്ന പോലെ. നോക്ക്, എത്ര വെടി വെച്ച്. കിട്ടി. അയ്യോ, ഇപ്പോഴാണ് കിട്ടിയത് ഗൈസ്. ഇവിടെ ഒത്തിരി പേരുണ്ടെന്ന് തോന്നുന്നു. ഒത്തിരി പേരുണ്ട്. ഇവന്മാരെല്ലാവരും കൂടെ കൊന്നിട്ടിന്ന് എന്ന് പോകാനാണെന്ന് എനിക്കൊരു പിടിയില്ല. ഒത്തിരി പേരുണ്ടെന്നാണ് ഗൈസ് എനിക്ക് തോന്നുന്നത്. കുറേ പേര് അവിടുന്ന് ഇവിടുന്നൊക്കെ കുറ്റിയും പറിച്ചുകൊണ്ട് ഓടി വരുന്നുണ്ട്. ഒത്തിരി പേരുണ്ട് ഗൈസ്. നമുക്ക് എന്തായാലും കുറച്ച് കട്ട് ചെയ്ത് നോക്കാം. നമുക്ക് മൈക്കിളിലോട്ട് വ്യൂ ചെയ്തിട്ടുണ്ട് ഗൈസ്. മൈക്കിളിൻ്റെ അടുത്തൊക്കെ ആളുണ്ട്, നമ്മൾ കൊടുത്തിട്ടുണ്ട് കുറച്ച്. ഓക്കെ, ദൂരെ നിന്നൊക്കെ വരുന്നവർക്കൊക്കെ കുറേ ഷോട്ട് കൊടുത്തിട്ടുണ്ട് ഗൈസ്. ഇവിടെ നമ്മൾ
ഒരു ഷോട്ടൊക്കെ നമുക്കും കിട്ടിയിട്ടുണ്ട്. അവിടെ ചോരയൊക്കെ പുറത്തുണ്ട്. ഓക്കെ, അതുകൊണ്ട് അവിടെ ഓരോരുത്തന്മാർ ഇതുകൊണ്ട് മണ്ടയ്ക്കൊക്കെ നിൽക്കുന്നു ഗൈസ്. ഇതേ മണ്ടയ്ക്ക് നിൽക്കുന്നു. ഓഫ്, അവൻ ചത്തില്ല, പക്ഷെ അവൻ വീണിട്ടുണ്ട് അവിടെ. ചത്തിട്ടില്ല, അവനിപ്പോൾ എഴുന്നേക്കും ഗൈസ്. എയറോപ്ലെയിനൊക്കെ പോകുന്നു. എന്തോ ദേ അത് ഇടിഞ്ഞു പൊളിഞ്ഞു പോയെന്ന് തോന്നുന്നു ഗൈസ്. ഓക്കെ, അവനും കൊടുത്തു. ഓക്കെ, അവനും ചത്തു ഗൈസ്. മണ്ടയ്ക്ക് നിൽക്കുന്നതുകൊണ്ട് ഓണ്ട്. ഓക്കെ, അവൻ ചത്തു ഗൈസ്, അവൻ ചത്തു. അവനും തീർന്നു. ഇത്ര ഉള്ളോ? തീർന്നോ? ഇവിടെ ആരാ? ഓ, നമുക്ക് എവിടെ നിന്നൊക്കെയോ വെടി കിട്ടുന്നുണ്ട് ഗൈസ്. എന്തായാലും നമ്മൾ ലൈഫ് സെറ്റിൽ ചെയ്ത് വെക്കാം, അല്ലെങ്കിൽ ടാസ്ക് ആവും. നമ്മുടെ ആ ലോറി അവിടെ ഇപ്പോഴും കിടക്കുന്നേ ഉള്ളൂ. ലോറി എടുത്തിട്ടൊന്ന് പോയാലോ? ഓക്കെ, അവനും കൊടുത്തിട്ടുണ്ട്. അവന്മാർക്ക് എല്ലാവർക്കും കുറേ ഷോട്ട് കൊടുത്തിട്ടുണ്ട് ഗൈസ്. പക്ഷേ അവന്മാർ വീണ്ടും കുറേ അവന്മാർ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. നമുക്ക് നോക്കാം ഇവിടെ ഇനി ആരെങ്കിലും ഒക്കെ നിൽപ്പുണ്ടോ എന്ന് തോന്നുന്നുണ്ട്. അവിടെ അടുത്ത് നിൽപ്പുണ്ട്. എന്തുവാടാ കുഞ്ഞെ ഇത് പറ്റുന്നത്? എടാ നോക്കടാ. എടാ എനിക്ക് ഓക്കെ കണ്ടു. ഓക്കെ, അവനും കൊടുത്തിട്ടുണ്ട് ഗൈസ്. അതുകൊണ്ട് അവിടെ കൊടുത്തു ഷോട്ട്. കിട്ടി അവനെ കിട്ടി. ഇപ്പോൾ കിട്ടും. ഗൈസ്, അവൻ അവിടെ ഡൗൺ ആയിട്ടുണ്ട്. അവിടെ അവൻ ക്രൗച്ച് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, മറ്റവന് കൊടുത്തിട്ടുണ്ട് ഷോട്ട്. നമുക്ക് എന്തായാലും നോക്കാം. അപ്പോൾ ഗൈസ്, നമ്മൾ വീണ്ടും നമ്മുടെ മൈക്കിലോട്ട് വ്യൂ ആക്കിയിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ നിന്ന് പൊസിഷൻ നമ്മൾ നൈസായിട്ടൊന്ന് ഷിഫ്റ്റ് ചെയ്തായിരുന്നു. കാരണം നമ്മൾ അവിടെ തന്നെ നിന്ന് കഴിഞ്ഞാൽ ശരിയാവില്ല. ബാക്കിൽ നിന്നൊക്കെ ആൾ വരുന്നുണ്ടായിരുന്നു. നമ്മൾ കുറേ പേരെ കൊന്നു ഗൈസ്. കുറേയെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ പേരെ കൊന്നിട്ടുണ്ട്. നമ്മൾ കുറച്ച് കട്ട് ചെയ്ത് കളയാണ്, കാരണം അത്രയും ലോങ് വീഡിയോ ആണിത്. ലോങ് വീഡിയോ എന്ന് വെച്ചാൽ കുറേ പേരെ ഞാൻ കൊന്നു. എണ്ണ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. കുറേ പേരെ നമ്മൾ വീഡിയോ ഫസ്റ്റ് തൊട്ട് നമ്മൾ കൊല്ലുമ്പോൾ തൊട്ടേ കുറേ പേരെ നമ്മൾ കൊന്നിട്ടുണ്ട്. അതായത് 3 പേരും ഓരോരുത്തരെയൊക്കെ വെച്ചാണ് കൊല്ലുന്നത്. എന്നിട്ടും നമ്മൾ തീർന്നിട്ടില്ല. ഇത് കുറേ പേരുണ്ട്. ഇപ്പോഴും തീർന്നിട്ടില്ല ഗൈസ്. ഇപ്പോഴും ആൾ വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. കണ്ടോ? ചിലമാരൊക്കെ വീണിട്ട് വീണ്ടും ചാവണ്ടാക്കിയ അവസ്ഥയാണ്. അതൊക്കെയാണ് അവസ്ഥ. അതായത് ചിലപ്പോൾ 2 ഷോട്ടൊക്കെ ആകുമ്പോഴാകുമ്പോൾ വീഴും. എന്നിട്ട് വീണ്ടും എഴുന്നേറ്റ് ഇന്ന് വെടി വെക്കാനൊക്കെ നിൽക്കും. വീഴുമ്പോൾ തന്നെ നമ്മൾ നോക്കണം ചത്തോ ഇല്ലയോ എന്ന്. ചത്തില്ലെങ്കിൽ ഗൈസ് അപ്പോഴേ കൊന്നേക്കണം വീണ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ടാസ്ക്കാണ്. നമ്മൾ ടർട്ടിൽ ഒന്നുകൂടെ അടിച്ചിട്ടുണ്ട്. ഓക്കെ, നമ്മളെ ലൈഫ് വീണ്ടും കുറച്ചുകൂടെ കൂടിയിട്ടുണ്ട്. ലൈഫ് ഒത്തിരി കൂട്ടേണ്ട ആവശ്യമൊന്നുമില്ല, പക്ഷേ ഇരിക്കട്ടെ ഗൈസ്, ലൈഫല്ലേ ഗൈസ്. ഓക്കെ, അവിടെ ഓരോരുത്തന്മാരെ കൊന്നിട്ടുണ്ട്. അവനങ്ങോട്ട് എഴുന്നേറ്റ് അവനെ കൊല്ലായിരുന്നു. അവൻ വരട്ടെ. അവിടെ അവന് ഷോട്ട് കൊടുത്തതാണ് ഗൈസ്. അവന് ഷോട്ട് കൊടുത്തതാണ്. അവനവിടെ വീണിട്ടുണ്ട്. ഓക്കെ, ഇവന്മാർ ചത്തിട്ടുണ്ട്. ഇവന്മാർ 2 പേരും ചത്തു. പക്ഷെ മറ്റവന് ഷോട്ട് ഞാൻ കൊടുത്തയാ. കൊന്നു അവൻ ഗൈസ്. അവൻ കൊന്നെന്നാണ് തോന്നുന്നത്. നമുക്ക് വീണ്ടും നോക്കാം. ഒന്ന് ഷിഫ്റ്റ് ചെയ്തിട്ട് ഓക്കെ, നമ്മളെ സ്നൈപ്പർ ആക്കിയിട്ടുണ്ട്. സൂം ചെയ്ത് കഴിഞ്ഞാൽ തോന്നുന്നുണ്ട് അവിടെ മണ്ടയ്ക്ക് ഒരുത്തുന്നുണ്ട്. നമ്മൾ മൈക്കിളൗട്ട് ആക്കാൻ പറഞ്ഞിട്ടുണ്ട് അവർ ഗൈസ്. നമ്മൾ മൈക്കിളൗട്ട് ആക്കിയിട്ടുണ്ട്. ഇവിടെ അടുത്തെല്ലാം പോലീസുകാരാണിത്. ഇവന്മാർ ഇതേണ്ട വണ്ടിയിലൊക്കെ വന്നിറങ്ങുന്നു. വണ്ടിയോട് പൊട്ടിച്ച് കളഞ്ഞിട്ടുണ്ട്. ഇവിടെ ഒന്ന് ഗൈസ് എന്ത് ചെയ്ത് ടേക്ക് ഔട്ട് ദ ഹെലികോപ്റ്ററാണ് അവർ പറയുന്നത് ഗൈസ്. അവർ ഹെലികോപ്റ്ററാണ് പറയുന്നത്. ഓ, കിട്ടിയില്ല ഗൈസ്. ഇപ്പം ശരിയാക്കി തരാം. അതിന് മറ്റേ പുള്ളിയൊന്നും ആക്കേണ്ട കാര്യമില്ല. ഇതൊക്കെ നമ്മുടെ നിൽക്കേണ്ട കാര്യമാണ് ഗൈസ്. ഇത്രയ്ക്കേ ഉള്ളൂ. മറ്റവനെ ഒന്ന് ചേഞ്ച് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല ഗൈസ്. എന്താ കണ്ണ് കിട്ടിയപ്പോൾ നമ്മളും പൊട്ടിച്ചു ഒരെണ്ണം. നമുക്ക് സ്മൂത്തായിട്ട് നമ്മൾ ഫ്രാങ്കിളിനോട്ട് ആക്കിയിട്ടുണ്ട് ഗൈസ്. അവർ പറഞ്ഞേക്കുന്നത് ഗ്യാരേജ് വാൻ എടുക്കാനാണ്. നമുക്ക് എന്തായാലും എടുക്കാം ഗൈസ്. ഇതല്ല ഗൈസ്, അതാണ്, സോറി, മാറിപ്പോയി ഗൈസ്. നമ്മൾ വണ്ടി എടുത്തിട്ടുണ്ട്. ഓക്കെ, ഗോ ടു ഗെറ്റ് വേ ലൊക്കേഷൻ ഗൈസ്. അവർ പറയുന്ന ലൊക്കേഷനിലോട്ട് പോകാനാണ്. നമുക്ക് എന്തായാലും പോകാം, സീനുമില്ല. പിന്നെ ഈ ഒരു ട്രക്കായതുകൊണ്ട് പേടിക്കണ്ട. അവന്മാർ വല്ല ക്രോസ് വെച്ചാൽ തന്നെ, പോലീസുകാർ ക്രോസ് വെച്ചാൽ തന്നെ നമുക്ക് ഇടിച്ച് പൊട്ടിച്ചങ്ങ് കളയാം. ഒരു സീനും ഇല്ല. അവന്മാരാരും ചോദിക്കാനൊന്നും വരത്തൊന്നുമില്ല. പിന്നെ നമ്മുടെ ഏരിയ ഗൈസ്. ഓക്കെ, നമ്മുടെ ക്രോപ്സൊക്കെ പോയിട്ടുണ്ട്, ലോസ് ആയിട്ടുണ്ട്. സീനൊന്നും ഇല്ല. ഏരിയ ഫുള്ള് ക്ലിയർ ആയിട്ടുണ്ട്. ഒരു സീനും ഇല്ല ഗൈസ്. നമ്മൾ പൊക്കോണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്ന് ദൂരെ കുറവാണ് ഗൈസ്. കുറച്ച് ദൂരമേ ഉള്ളൂ ഇവിടെ നിന്ന്. നമുക്ക് എന്തായാലും അങ്ങോട്ട് പോവാം ഗൈസ്. ഇത് വലിയൊരു ലോറിയല്ലേ, നല്ല ലോറി. ഈ ലോറിയൊക്കെ ചില ലോറികളൊക്കെ ഇതിൻ്റെ ഈ ഓപ്പോസിറ്റ് വരുന്ന ലോറിയൊക്കെ ഉണ്ടോ,
ഏകദേശം മറ്റേ ട്രാൻസ്ഫോമർ സിനിമയ്ക്കകത്ത് ലോറി പോലത്തെ ലോറികളൊക്കെയാണ്. ചിലതൊക്കെ നല്ല നല്ല വണ്ടികളുണ്ട് ഗൈസ്, ചില ഇടത്തൊക്കെ നല്ല നല്ല വണ്ടികളും ഉണ്ട്. ഗെയിമിൽ തന്നെ ചിലരൊക്കെ കസ്റ്റം ചെയ്തേക്കുന്ന വണ്ടികളുണ്ട്. അതായത് നോർമൽ കിട്ടുന്ന വണ്ടികളല്ലാതെ ഗെയിമിൽ തന്നെ കസ്റ്റം ചെയ്തേക്കുന്ന ടൈപ്പ് വണ്ടികളും ഇതിൽ കാണിക്കുന്നുണ്ട് ഗൈസ്. നമുക്ക് എന്തായാലും അങ്ങോട്ട് പോവാം. നമുക്ക് ആ ഒരു നേരെയുള്ള ആ ലൊക്കേഷനിലോട്ട് പോകണം, അതാണ് നമുക്ക് വേണ്ടത് ഗൈസ്. നമ്മൾ നേരെയുള്ള ലൊക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നിയിട്ടുള്ള ലൊക്കേഷൻ, പക്ഷെ നമ്മൾ ഗൈസ് ഇവിടെ നിന്നല്ലല്ലോ ഈ ലോറി എടുത്തത്. ഈ ലോറി എടുത്തത് വേറെ ഇടത്തു നിന്നാണ്. നമ്മളിത് എവിട്ടാന്ന് ഗൈസ് മനസ്സിലായോ? നമ്മൾ ഇപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ഈ ഒരു കോൺഫറൻസ് കോൾ ചെയ്തില്ലേ, ആ ഒരിടത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഓക്കെ, നമുക്ക് ഇങ്ങോട്ട് ഒരു സംഭവം എറിഞ്ഞിട്ട് പോയേക്കാം. ഇതുണ്ട്, അവരെല്ലാവരും നോക്കുന്നുണ്ട്, നമുക്കതൊന്നും കാര്യമാക്കണ്ട. ഓക്കെ, നമ്മളിത് ഇവിടെ ഇട്ട വണ്ടി ഉണ്ടല്ലോ, ആരും കാണാത്ത രീതിയിൽ നമ്മൾ സ്മൂത്തായിട്ടിട്ടൊരു വണ്ടിയില്ലേ, ഈ വണ്ടി അങ്ങോട്ട് എടുക്കുക. പക്ഷെ വേറെ വല്ല നല്ല വണ്ടി ഇട്ടാൽ മതിയായിരുന്നു. ഈ വട്ട വണ്ടിയാണല്ലോ നമ്മൾ ഇട്ടത്. അതെന്തോ ആയിക്കോട്ടെ, വണ്ടിയൊക്കെ പടിയൊക്കെ ഇറങ്ങിപ്പോയി ഗൈസ്. എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് കുറച്ചങ്ങോട്ട് പോവാം. ഓക്കെ, മൈക്കിളിനെ വിളിച്ചിട്ടുണ്ട് നമ്മൾ. ഓക്കെ, എന്ത് സംഭവം കണക്റ്റഡ് ആയിട്ടുണ്ട്, അവരെന്തോ പറയുന്നതാണ്. ഓക്കെ, നമ്മുടെ കൺട്രോളൊക്കെ പോവാണ്, നമ്മളെ വണ്ടി കൺട്രോളിലേ നിൽക്കുന്നില്ല, എന്തൊക്കെയോ പറ്റി ഗൈസ്. ഓക്കെ, നമ്മൾ മൈക്കിളിലോട്ട് നേരെ നമ്മൾ ചേഞ്ച് ആവുകയാണ്. കുഴപ്പമൊന്നുമില്ല ഇതുവരെയായിട്ട് ഗൈസ്. മൈക്കിൾ ഏതോ ഒരു വണ്ടിയിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. അവിടെ നിന്നൊക്കെ അവൻ എപ്പോഴും രക്ഷപ്പെട്ടു എന്ന് തോന്നുന്നു. നമുക്കെന്തോ ഡെവിൻസ് ഹൗസ് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, അവിടോട്ടാണ് പോകേണ്ടത് എനിക്ക് തോന്നുന്നു. അവിടെ നമുക്ക് വേറൊരുത്തിന് വേണ്ടിയില്ല നമ്മൾ ഇന്ന് ഈ ഒരു മിഷൻ ചെയ്തേ, വേറെ ഇതിലെന്തോ ഒരു കാര്യമുണ്ട് ഗൈസ്. അപ്പോൾ വേറെ ഏതോ ഒരുത്തിന് വേണ്ടിയാണ് നമ്മൾ ഇന്ന് ഈ മിഷൻ ചെയ്തത്. അപ്പോൾ ഇനി അവൻ്റെ വീട്ടിലോട്ട് പോവാണ്. ഈ ഒരു മിഷനെ പറ്റി എന്തോ ഒരു സംഭവം ഉണ്ട്, എന്തോ ആ ഒരു ഇതിൽ നിന്ന് ട്രക്കിൽ നിന്ന് നമ്മൾ എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് കൊടുക്കുന്നത് എനിക്ക് തോന്നുന്നു മൈക്കിളായിരിക്കും. അവന് നല്ല ഗാർഡ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, നല്ല രീതിയിൽ പ്രൊട്ടക്റ്റഡ് ആയിട്ടാണ് അവൻ. എന്തോ പേപ്പർ എന്തോ സംഭവമാണ്, എന്തോ ടൈപ്പ് പേപ്പർ എന്തോ ആണെന്ന് തോന്നുന്നു. അതെന്താണ് സംഭവം എന്ന് എനിക്ക് അറിഞ്ഞൂടെ ഗൈസ്. എന്തോ ആയിക്കോട്ടെ, നമുക്ക് അങ്ങോട്ട് കൊണ്ടു കൊടുക്കാം. ഗൈസ്, നമ്മുടെ മച്ചാൻ തന്നെ ഇവിടെ നിൽപ്പുണ്ട്. ഇവനാണ് ഈ ഒരു സാധനം കൊടുക്കേണ്ടാവുന്നതുകൊണ്ട് അവിടെ ഗെയിമും കളിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നു. നമ്മളിത്രയും പണിയൊക്കെ കഴിഞ്ഞിട്ട് കൊണ്ടുവന്നതാണ്. അവനങ്ങ് പുച്ഛമാണെന്ന് തോന്നേ ഗൈസ്. നമ്മളും പുച്ഛിച്ചിട്ടുണ്ട്, പുള്ളി ഇടിക്കാനും കണ്ടാണെന്ന് തോന്നുന്നു. ഓക്കെ, അതുകൊണ്ട് നമ്മൾ ആ പേപ്പർ എടുത്ത് അങ്ങോട്ട് ഇട്ടിട്ടുണ്ട്. ഓക്കെ, അത് സെറ്റ് ചെയ്തിട്ടുണ്ട് ഗൈസ്. ഈ ഒരു വണ്ടി ഉണ്ടോ കറക്റ്റ് നമ്മുടെ ബുഗാട്ടിയുടെ ഒരു ബാക്ക് പോലെ സെയിം ഏകദേശം ഇരിക്കുന്നത് ഗൈസ്. അതുപോലത്തെ ഒരു സംഭവം നോക്ക്, കറക്റ്റ് അതുപോലൊക്കെ ഇരിക്കുന്നു ഗൈസ്. എന്തായാലും കൊള്ളാം. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഉറപ്പായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക ഗൈസ്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഓരോ ഗെയിംസ് കാണാൻ പറ്റത്തുള്ളൂ. അതുമാത്രമല്ല, നമ്മൾ GTA 5 ഫുൾ മിഷൻസ് നമ്മൾ ഇതുപോലെ ഇടുന്നുണ്ട്. ഓരോ ദിവസമായിട്ട് ഓരോ കണ്ടൻറ്റുമായിട്ടാണ് നമ്മളിങ്ങനെ ഇടുന്നത്. നമുക്ക് എന്തായാലും എന്നൊക്കെ നമുക്ക് നോക്കാം ഗൈസ്. അപ്പോൾ ഈ ഒരു മിഷൻ എന്ന് പറയുന്നത് ഇത്രേ ഉള്ളൂ, ഇതിൽ കൂടുതലൊന്നും ഇല്ല ഈ ഒരു മിഷനകത്ത്. നമുക്ക് എന്തായാലും നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഇച്ചിരി ലെങ്തായെന്ന് തോന്നുന്നു. അപ്പോൾ ഗൈസ്, okay, bye. Connect just as soon as you. All right. Oh man, Solomon Richards. Have a good one, boys.